ചെങ്കൊടി ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്ന് ഒന്നുപോലെ ലാൽസലാം അന്ന് ചന്തുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ ലാൽസലാം 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 മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്ന് ഒന്നുപോലെ ലാൽസലാം അന്ന് ചന്തുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ ലാൽസലാം 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 എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ചടങ്ങിന് സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 3 മേഖലാജാഥകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മലബാറിലൂടെ ഉന്നയിക്കുന്ന മുദ്രാവാക്യം സുരക്ഷിത തൊഴിൽ, കാലാനുസൃത ശമ്പളം, ശാന്തമായ തൊഴിലിടം. KSRTCയിലെ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളെയും അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കൃത്യമായി നൽകണമെന്നുള്ള ഒരു സന്ദേശത്തിലൂടെയാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥ ഇന്ന് നിന്ന് തുടങ്ങി 15-ാം തീയതി ഗുരുവായൂരിൽ അവസാനിക്കുന്നു. മലബാറിലെ KSRTC എല്ലാ ഡിപ്പോകളിലും തൊഴിലാളികളോട് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വരുന്ന ഹിതപരിശോധനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഉള്ള ഒരു അവസരമാണ് ഈ ജാഥ. ഈ ജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാരെയും തൊഴിലാളി സുഹൃത്തുക്കളെയും ആ മുദ്രാവാക്യം പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ പ്രസക്തി MG രാഘുൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനം കഴിഞ്ഞ നാളുകളിൽ തൊഴിലാളികൾക്കെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച സംഘടനയാണ് KST എംപ്ലോയീസ് യൂണിയൻ. ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് MG രാഘുൽ ഉൾപ്പെടെയുള്ള ഈ യൂണിയന്റെ നേതാക്കൾക്ക് അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ അഭിമാനത്തോടുകൂടി ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് പറയാൻ വേണ്ടി കഴിയും, KSRTCയിലെ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരരംഗത്ത് വന്ന് അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന പ്രവർത്തകരും നേതാക്കളുമുള്ള പ്രസ്ഥാനമാണ് KST എംപ്ലോയീസ് യൂണിയൻ. ഞാൻ അതിന്റെ ഒന്നും വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. KSRTC നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പൊതുമേഖലാ സ്ഥാപനമാണ്, എന്നാൽ അതൊരു സേവന മേഖലയാണ്. ഒരു സേവന മേഖലയിൽ സേവനം നൽകുമ്പോൾ അതിൽ ലാഭനഷ്ടം നോക്കാറില്ല. ഒന്നാമത്തെ ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനമായി മാറിയ പ്രസ്ഥാനമാണ് രാജ്യത്തെ AITUC.
ആ AITUC ഈ നിലയിൽ തൊഴിലാളികൾക്ക് തൊഴിലാളി വിരുദ്ധമായ സമീപനം സ്വീകരിക്കുമ്പോൾ അത് ശരിയെന്ന് കൃത്യമായി ഭരണകൂടത്തോട് പറയും. നേരത്തെ ഇവിടെ സംഘടനകൾ തൊഴിലാളികൾക്ക് ദ്രോഹകരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് വിശദീകരിച്ചു. ജീവിത സൂചികയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്കെല്ലാം നൽകി വരുന്ന ഒരു സംവിധാനമാണ് DA. ആ DA വിലക്കയറ്റം ഇതൊക്കെ നോക്കി നൽകേണ്ട DA 0% KSRTC എന്ന് പറഞ്ഞാൽ അത്ഭുതമായി തോന്നാം. എന്നാൽ അതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഞാൻ അതിന്റെ കൂടുതൽ ഒരു തവണ എങ്കിലും അംഗീകാരം നൽകണം. നേരത്തെ പറഞ്ഞില്ലേ 1997 മുതൽ അംഗീകാരം ലഭിച്ചപ്പോൾ ഈ സംഘടന നടത്തിയ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞില്ലേ. AITUCക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. AITUCയുടെ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായ നേതാവുമായിരുന്ന TV തോമസ് കേരളത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് KSRTCയിൽ ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഏർപ്പെടുത്തിയത്. ആ നിലയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരുപാട് നടപടികൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ ഭരണരംഗത്ത് വന്നപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കാലത്തിനനുസരിച്ച് പുതിയ അവകാശങ്ങൾ സംഘടന നിങ്ങളോടെല്ലാം ആവശ്യപ്പെടുകയാണ്. അത്തരം ഒന്നിന്റെ ഭാഗമായാണ് റഫറണ്ടത്തിൽ KST എംപ്ലോയീസ് യൂണിയനെ അംഗീകാരമുള്ള സംഘടനയാക്കി മാറ്റാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കണം, സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ മലബാർ മേഖല ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വിഷയങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ ജാഥ 12 മണിക്ക് മുമ്പായി കാഞ്ഞങ്ങാട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ജാഥ എന്തുകൊണ്ടും നമ്മുടെ ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ വിഷയങ്ങൾ മാത്രമല്ല, ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രചരണ ജാഥയും മറ്റു പരിപാടികളും. അതിനെ മുഴുവൻ നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷയങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ ജാഥ 12 മണിക്ക് മുമ്പായി കാഞ്ഞങ്ങാട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ജാഥ എന്തുകൊണ്ടും നമ്മുടെ ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ വിഷയങ്ങൾ മാത്രമല്ല, ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രചരണ ജാഥയും മറ്റു പരിപാടികളും. അതിനെ മുഴുവൻ നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹൈക്കോടതി പോലും ഇടപെട്ടുകൊണ്ട് ശമ്പളം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്താൽ പോലും ഒന്നിച്ച് ശമ്പളം കൊടുക്കാതെ ഘട്ടം ഘട്ടമായി പണിയെടുത്തു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ശമ്പളം കൊടുക്കുന്ന ഒരു ഏക കേരളത്തിലെ സ്ഥാപനമാണ് ഈ ട്രാൻസ്പോർട്ട് മേഖല. അതുകൊണ്ട് അതിൻ്റെ ഇന്ന് നിലവിലുള്ള ഭരണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ വരുന്ന റഫറണ്ടത്തിൽ ഈ പറയുന്ന സംഘടനയ്ക്കും കൂടെ അംഗീകാരം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഡിപ്പോകളിലെ തൊഴിലാളികൾ മുന്നോട്ട് വരണമെന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരും നാളുകളിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകളുടെ അംഗീകാരം ഉണ്ടാകണമെന്നുള്ള തോന്നൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ ധാരണയോടുകൂടി ഈ റഫറണ്ടം കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഹൈക്കോടതി പോലും ഇടപെട്ടുകൊണ്ട് ശമ്പളം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്താൽ പോലും ഒന്നിച്ച് ശമ്പളം കൊടുക്കാതെ ഘട്ടം ഘട്ടമായി പണിയെടുത്തു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ശമ്പളം കൊടുക്കുന്ന ഒരു ഏക കേരളത്തിലെ സ്ഥാപനമാണ് ഈ ട്രാൻസ്പോർട്ട് മേഖല. അതുകൊണ്ട് അതിൻ്റെ ഇന്ന് നിലവിലുള്ള ഭരണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
അതിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ വരുന്ന റഫറണ്ടത്തിൽ ഈ പറയുന്ന സംഘടനയ്ക്കും കൂടെ അംഗീകാരം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഡിപ്പോകളിലെ തൊഴിലാളികൾ മുന്നോട്ട് വരണമെന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരും നാളുകളിൽ ഇതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകളുടെ അംഗീകാരം ഉണ്ടാകണമെന്നുള്ള തോന്നൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ ധാരണയോടുകൂടി ഈ റഫറണ്ടം കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് സഖാവ് കെ വി കൃഷ്ണേട്ടൻ മറ്റ് ഈ ജാഥയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ ജാഥയുമായി ബന്ധപ്പെട്ട് അതിനാധാരമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയും അതിനുശേഷം പ്രസംഗിച്ച ഉദ്ഘാടനവുമൊക്കെ ഇവിടെ വളരെ സവിസ്തരം ഈ കാര്യം പ്രതിപാദിച്ചു കഴിഞ്ഞു. സമയക്കുറവ് കൊണ്ട് ഇനിയും അധികം ഒരു നീണ്ട പ്രസംഗത്തിന് ഇവിടെ സമയമില്ല, അതിനൊരു പ്രസക്തിയുമില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യമുള്ളത് കൂടുതലായി പ്രസംഗത്തിന് ഞാൻ വീഴുന്നില്ല. ഈ ജാഥ ഇന്നിവിടെ തുടങ്ങുമ്പോൾ 2016 മെയ് മാസം 25-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ KSRTCയിലെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബോധവാന്മാരായ തൊഴിലാളികളാണ് സഖാവ് കെ വി കൃഷ്ണേട്ടൻ മറ്റ് ഈ ജാഥയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ ജാഥയുമായി ബന്ധപ്പെട്ട് അതിനാധാരമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയും അതിനുശേഷം പ്രസംഗിച്ച ഉദ്ഘാടനവുമൊക്കെ ഇവിടെ വളരെ സവിസ്തരം ഈ കാര്യം പ്രതിപാദിച്ചു കഴിഞ്ഞു. സമയക്കുറവ് കൊണ്ട് ഇനിയും അധികം ഒരു നീണ്ട പ്രസംഗത്തിന് ഇവിടെ സമയമില്ല, അതിനൊരു പ്രസക്തിയുമില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യമുള്ളത് കൂടുതലായി പ്രസംഗത്തിന് ഞാൻ വീഴുന്നില്ല. ഈ ജാഥ ഇന്നിവിടെ തുടങ്ങുമ്പോൾ 2016 മെയ് മാസം 25-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ KSRTCയിലെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബോധവാന്മാരായ തൊഴിലാളികളാണ്. ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേറ്റ് ഭരിക്കുന്നത് ആരെന്ന് നോക്കാതെ ഇവിടെ നടക്കുന്ന തോന്നിവാസികൾക്കെല്ലാം എതിരെ എന്നും സമരം ചെയ്ത ഒരു സമര സംഘടനയാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ്. മാനേജ്മെന്റും യൂണിയനുകളും തമ്മിലുള്ള ചർച്ച എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരമാവധി നേടിയെടുക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞ് മാനേജ്മെന്റിനെ മുട്ടുകുത്തിച്ച് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ശമ്പള പരിഷ്കരണ കരാറെങ്കിൽ 2021 KSRTC വന്ന ശമ്പള പരിഷ്കരണ കരാർ മാനേജ്മെന്റ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ KSRTC നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി തൊഴിലാളി നേതാക്കളെ പറഞ്ഞ് മുപ്പിയിലാക്കി അവരെ കൊണ്ട് ഒപ്പിടിച്ച ഒരു ശമ്പള പരിഷ്കരണ കരാറാണ് KSRTC നിലവിൽ വന്നത്. നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ മറ്റ് അവരുടെ മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു പോലെ ചമ്പുറപ്പിനുള്ളിലായി ചേർത്തു വെച്ച ചെങ്കൊടി ചന്ദ്രമോടെ പാറിടുന്നു നല്ല നാടിനാം. സലാം 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 സലാം
പെൻഷൻ പോലും കണക്ക് കൂട്ടില്ല. City Gold, Gold and Diamonds, Kerala and Karnataka. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ.